തിരുവനന്തപുരം കൈതമുക്കിൽ കടയ്ക്ക് തീപിടിച്ച് 3 പേർക്ക് പൊള്ളലേറ്റു. ഒരാളുടെ നില ഗുരുതരം. ചിപ്സ് ഉണ്ടാക്കുന്ന കടയ്ക്കാണ് തീപിടിച്ചത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായിട്ട്. അമൽ, തീ അണയ്ക്കാൻ കഴിഞ്ഞോ? അമൽ, സമയം മുൻപാണ് ഈ കൈതമുക്കിലുള്ള ചിപ്സ് ഉണ്ടാക്കുന്ന കടയ്ക്ക് തീ പിടിച്ചത്. തീ ഇപ്പോൾ എന്തായാലും പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. 3 പേരായിരുന്നു ഈ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് കടയിലുണ്ടായിരുന്നത്. ആ 3 പേരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്പം മുമ്പ് ഇവിടെയുള്ള ഉണ്ടായിരുന്ന ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ കട പൂർണ്ണമായും കത്തി നശിച്ച അവസ്ഥയിലാണുള്ളത്. ഇതിനോട് ചേർന്നുള്ള ഒരു കടയുടെ ഒരു കുറച്ച് ഭാഗവും കത്തിയിട്ടുണ്ട്. തൊട്ടപ്പുറമുള്ളൊരു മെഡിക്കൽ സ്റ്റോറാണ്, അവിടെയും തീ പിടിച്ചിട്ടുണ്ട്. വലിയ തീപിടുത്തമാണ് ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കടയിൽ ഇനി ഒന്നും അവശേഷിക്കുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്ന ആളുകളോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എന്താണ് സംഭവം? ഇത് ഒരു അരമണിക്കൂർ മുമ്പായിട്ട് പിന്നെ ഒരു ഗ്യാസ് കുറ്റി ലീക്ക് ചെയ്ത് ഗ്യാസ് കുറ്റി ലീക്ക് ചെയ്ത് അതിൽ നിന്ന് വെളിയിൽ നിന്ന് പിന്നെ പവർ വന്ന് കത്തിയതാണ്. അപ്പോൾ പ്രായമുള്ളൊരു കക്ഷി അകത്ത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഉടമ നടത്തുന്ന പുള്ളിയുടെ അച്ഛൻ സാധനം പാക്ക് ചെയ്തുകൊണ്ട് അത് ഇലക്ട്രിസിറ്റി ബോർഡ് അവിടെ നിന്ന് തകർന്നു വീഴുന്ന ശബ്ദം കേട്ടത് അല്ല, അതിപ്പോ അത് ഷീറ്റ് വേറെ ഒഴിവാക്കി. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആളുകളുടെ അവസ്ഥ, ഒരാൾ മരിച്ചുപോയി, ഒരാൾ പോയി. മകനും സ്റ്റാഫിനെയും ഇപ്പം സീരിയസ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അത് അപകടം നില അല്ല, പക്ഷെ പൊള്ളലേറ്റെന്നേ ഉള്ളൂ. ആൾക്ക് കടയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകാൻ കഴിഞ്ഞില്ല. പ്രായമുള്ള കക്ഷിയാണ്, 85 വയസ്സ് വരും. പുള്ളി അവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. തൊട്ടടുത്തുള്ള കടയിലെ ആളുകളൊന്നും കണ്ടില്ല. തൊട്ടടുത്ത കടയിലുള്ള ആളുണ്ടായിരുന്നു. തൊട്ടടുത്ത കടയിൽ ഏതാണ്ട് ഇവിടെ തൊട്ടടുത്തുള്ള കടയും ഭാഗികമായി മെഡിക്കൽ സ്റ്റോറും ഭാഗികമായി കത്തി. ഞാൻ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കടകൾ വർഷങ്ങളായിട്ടുള്ള കടകളാണ്. ഇവിടെ അടുത്തടുത്താണ് ഈ കടകൾ സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഉള്ളൊരു വിഷയം, കൈതമുക്ക് പേട്ട റോഡ് വികസനത്തിൻ്റെ പേരിൽ വർഷങ്ങളായിട്ട് ഇവിടെ വികസനത്തിന് വേണ്ടി സ്ഥലം എടുത്തിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ വികസനം നടക്കുന്നില്ല. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ റെസിഡൻസുകാരും ഇവിടുത്തെ സംഘടനകളെല്ലാം ആവശ്യപ്പെടുന്നതാണ് ഈ റോഡ് വീതി കൂട്ടിയാൽ മാത്രമേ ഇവിടുത്തെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ വീതി കൂട്ടാത്ത കാരണം കൊണ്ടാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല വിധത്തിലുള്ള പ്രശ്നങ്ങളുമുണ്ട്. ഈ തീപിടുത്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്. എത്രത്തോളം ഭീകരമായിരുന്നു? വളരെ ഭീകരമായിരുന്നു. ഇവിടുന്ന് അങ്ങ് അറ്റം വരെ പോയി. ഒരു 5 മിനിറ്റിനകത്ത് കംപ്ലീറ്റ് പടം പിടിച്ചതാണ്. നിറയെ ഗ്യാസ് കുറ്റികളുണ്ടായിരുന്നില്ല കടയിൽ? അതിന് ഗ്യാസ് കുറ്റി വല്ല പൊട്ടിത്തെറിക്കുന്ന 1-2 പൊട്ടിയെന്നാണ്. 8 കുറ്റി ഉണ്ടായിരുന്നു. ഗ്യാസ് കുറ്റി 8 ഉണ്ടായിരുന്നു. അതിൽ മാക്സിമം റിമൂവ് ചെയ്തിട്ടുണ്ട്. വലിയൊരു അപകടത്തിൽ നിന്നും തലനാരിക്ക് രക്ഷപ്പെട്ടു. വലിയൊരു അപകടത്തിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെട്ടത്. സത്യം ഫയർഫോഴ്സ് വേഗത്തിൽ തന്നെ എത്തി. അപ്പം തന്നെ വിളിച്ചു പോയി. നല്ല രീതിയിലുണ്ടായിരുന്നു. നാട്ടിൽ നല്ലൊരു സാഹചര്യം. എന്തായാലും കട പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. നിരവധി ഗ്യാസ് കുറ്റികൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ ഗ്യാസ് കുറ്റികൾക്ക് തീ പിടിച്ചതാണ് പ്രശ്നമായത്. ഈ 1-2 ഗ്യാസ് കുറ്റികൾ മാത്രം പൊട്ടി പ്രശ്നം തീർന്നു. ഒരുപക്ഷെ ആ കടയിലുണ്ടായിരുന്ന മുഴുവൻ ഗ്യാസ് കുറ്റികൾക്കും തീ പിടിച്ചിരുന്നുവെങ്കിൽ ചിത്രം തന്നെ മാറിയേനെ. ഇവിടെ തൊട്ടടുത്തടുത്ത് കടകളുണ്ട്. എല്ലാ കടകളിലും ആളും ഉണ്ടായിരുന്നു. പക്ഷേ അത്ര വലിയൊരു അപകടത്തിലേക്ക് ഈ ഒരു കടയിൽ മാത്രം തീ ഒതുങ്ങി നിന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തൊട്ടപ്പുറമുള്ള ഈ ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. ആ മെഡിക്കൽ സ്റ്റോറിന് ചില ഭാഗങ്ങൾക്കും തീ പിടിച്ചിട്ടുണ്ട്. അത് കെടുത്തിയിട്ടുണ്ട്. പക്ഷേ അല്പം മുമ്പ് അതിൻ്റെ ഷീറ്റുകളും മറ്റുമൊക്കെ താഴേക്ക് പതിക്കുന്ന ശബ്ദമാണ് നമ്മൾ കേട്ടത്. എന്തായാലും ഈ ചിപ്സ് കട പൂർണ്ണമായും തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. ഒരാളുടെ നില, ഞാൻ ദിവസവും വരുന്ന വഴിയാണ്, നമ്മൾ ദിവസവും കാണുന്ന കടയാണ്. ഒരാളുടെ നില ഗുരുതരം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്? ഏത് ആശുപത്രിയിലാണ്? ഏതെങ്കിലും വിവരം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് അറിയാൻ കഴിയുന്നുണ്ടോ? തൊട്ടടുത്ത് ജനറൽ ആശുപത്രിയാണ്. അല്പം മുമ്പാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത്. ജനറൽ ആശുപത്രിയാണ് ഉള്ളത്. അതിന് അല്ല എങ്കിൽ പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എവിടേക്കാണ് ഇവിടെ നിന്ന് മാറ്റിയത് എന്നറിയില്ല. എന്തായാലും ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്. ഈ അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചയാൾ പറഞ്ഞത് ഈ കടയുടെ ഉടമയായ കണ്ണൻ എന്ന് പറയുന്നയാളുടെ പിതാവ് ആ കടയിലുണ്ടായിരുന്നു. ഇറങ്ങി ഓടാൻ കഴിഞ്ഞില്ല. പൂർണ്ണമായും തീ പിടിക്കുന്ന സമയത്തും കടയ്ക്കുള്ളിൽ തന്നെയാണ് ഇരിക്കേണ്ടി വന്നത്. അദ്ദേഹം മരിച്ചു എന്നുള്ളതാണ് നമ്മളോട് സംസാരിച്ചയാൾ പറഞ്ഞത്. പക്ഷേ അതിനൊരു സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. ഗുരുതരമായ അവസ്ഥയിൽ ഇവിടെ നിന്നും പോയി എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ ഉണ്ടായിരുന്നത്. മറ്റ് 2 പേർ, ഒന്ന് ഈ കടയുടെ ഉടമയായ കണ്ണനും മറ്റൊരാൾ ഈ കടയിലെ ജീവനക്കാരനും, അവർക്ക് 2 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ പരിക്ക് അത്ര സാരമുള്ളതല്ല. തീ പിടിച്ച സമയം തന്നെ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞു. അതിനാൽ അവരുടെ പരിക്ക് അത്ര ഗുരുതരമായില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അവരെയും ആശുപത്രിയിലേക്ക് അല്പം മുമ്പ് മാറ്റുന്നുണ്ടായിരുന്നു. അവർക്ക് നടന്നു പോകാൻ പറ്റുന്ന വലിയ പൊള്ളലേറ്റ ഒരു അവസ്ഥ നമ്മൾ കാണുമ്പോൾ ഉണ്ടായിരുന്നില്ല. എന്തായാലും അവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തി വേഗത്തിൽ തന്നെ തീ അണച്ചു എന്നുള്ളതാണ് വലിയൊരു
അപകടത്തിൽ നിന്ന് ഇതിന്റെ വ്യാപ്തി ഇതിൽ ഒതുക്കി നിർത്തിയത്. അല്ല എങ്കിൽ ഈ പ്രദേശത്തെ മുഴുവൻ കടകളും ദിവീഷ് കടന്നു വരുന്ന വഴിയാണ്, ദിവീഷിന് അറിയാൻ കഴിയും, എല്ലാം പഴയ കടകളാണ്. പുതിയ കടകളൊക്കെ വളരെ കുറവാണ് ഈ പ്രദേശത്തുള്ളത്. അപ്പോൾ ഈ കടകൾക്ക് തീ പിടിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് അത് കത്തിപ്പടരാനുള്ള എല്ലാ സാധ്യതയും, അത് ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ കത്തിപ്പടരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സ് തീ അണച്ചിട്ടുണ്ട്. 3 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരാളുടെ നില അതീവ ഗുരുതരമെന്നും മരിച്ചു എന്നും പറയുന്നു ദിവീഷ്. ശരി, തിരുവനന്തപുരത്തിന് ഏറ്റവും പഴയ ഒരു അങ്ങാടി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലമാണ് കൈതമുക്ക്. ഏറെ കാലങ്ങളായി, പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന കടകളാണ്. 100 വർഷത്തിലൊക്കെ ഏറെ പഴക്കമുള്ള കടകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ പഴയ കെട്ടിടങ്ങളുമാണ്. എന്തായാലും ഒരു കട പൂർണ്ണമായി കത്തി നശിച്ചു, ഒരാൾ മരിച്ചു എന്നാണ് നേരത്തെ നമ്മളോട് പ്രതികരിച്ചയാൾ പറഞ്ഞത്. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത മെഡിക്കൽ സ്റ്റോറിനും അവിടെയും ചെറിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബേക്കറി ആയിരുന്നു, ഗ്യാസ് ലീക്ക് ചെയ്താണ് ഈ അപകടം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു.